ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒറ്റനോട്ടത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. GST അഡീഷണൽ കമ്മീഷണറെയും കുടുംബത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ജാർഖണ്ഡ് റാഞ്ചി സ്വദേശി മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, ഇവരുടെ അമ്മ ശകുന്തള അഗർവാൾ എന്നിവരെയാണ് മരിച്ച നിലയിൽ ഇന്നലെ രാത്രി കണ്ടെത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, S ഈശ്വരൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 530 കോടി രൂപ വായ്പയായി നൽകാൻ തീരുമാനമെടുത്ത കാര്യം കേന്ദ്ര സർക്കാർ അറിയിക്കും. ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിലും കേന്ദ്ര സർക്കാർ തീരുമാനമറിയിച്ചു. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പറയുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കൾച്ചറൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവം ഇന്ന് നടക്കും. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. കവിയും മാധ്യമപ്രവർത്തകനുമായ പ്രഭാവർമ്മ മുഖ്യാതിഥിയാവും. SFIയുടെ 35ാമത് സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. പൊതുചർച്ച ഇന്നും തുടരും. ചർച്ചയ്ക്കുള്ള മറുപടിക്ക് ശേഷം പുതിയ ഭാരവാഹികളെയും സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുക്കും. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് തുടക്കം. രാവിലെ 10 മണിക്ക് ബോൾഗാട്ടി ലുലു കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ വ്യവസായ കുതിപ്പിന് ആഗോള നിക്ഷേപകരുടെയും വ്യവസായികളുടെയും പിന്തുണയും നിക്ഷേപവും ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി. ഇന്ന് ലോക മാതൃഭാഷാ ദിനം. മലയാള ഐക്യവേദി സംഘടിപ്പിക്കുന്ന മാതൃഭാഷാ വാരാചരണത്തിന് ഇന്ന് തുടക്കം. ഗവൺമെന്റ് ലോ കോളേജിൽ രാവിലെ 10 നടക്കുന്ന പരിപാടി പ്രൊഫസർ V മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്യും. തിരുവല്ലുവാമല വില്ലുവാദ്രിനാഥ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ന് അഷ്ടമി വിളക്ക്. അഷ്ടമി വിളക്കിന് മുന്നോടിയായി കളഭമാടലും നടക്കും. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് തയ്യാറാക്കുന്ന ബലിത്തറകളുടെ ലേലം ഇന്ന്. 3ാം ഘട്ട ലേലമാണ് ഇന്ന് നടക്കുക. ആകെയുള്ള 116 ബലിത്തറകളിൽ 79 എണ്ണമാണ് ഇതുവരെ ലേലത്തിൽ പോയത്. മലബാർ ദേവസ്വം ആസ്ഥാനത്തേക്ക് ഗുരുധർമ്മ പ്രചാരണ സഭ നടത്തുന്ന ആചാര പരിഷ്കരണ യാത്ര ഇന്ന് നടക്കും. കോഴിക്കോട് എരഞ്ഞിപ്പാലം തായാട്ട് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്കാണ് യാത്ര. ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ ഇന്ന് കാസർഗോട്ട്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റനോടുള്ള ആദരസൂചകമായി വിദ്യാനഗർ നഗരസഭാ സ്റ്റേഡിയം റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകും. മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്കുള്ള റോഡിന് സുനിൽ ഗവാസ്കർ മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് എന്ന പേരായിരിക്കും ഇനി മുതൽ. ഗാസ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ പദ്ധതി ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം. അറബ് നേതാക്കൾ സൗദി അറേബ്യയിൽ യോഗം ചേരും. പ്രദേശവാസികളെ സ്ഥലത്തു നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിൽ പല രാജ്യങ്ങൾക്കും പ്രതിഷേധമുണ്ട്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ സൌത്ത് ആഫ്രിക്കയെ നേരിടും. നാഷണൽ ബാങ്ക് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-ക്കാണ് മത്സരം.